ഹേ ഗായ്സ്, അപ്പോൾ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറൻ്റെ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൂട്ടായിട്ട് ആപ്പിളും പിന്നെ വാട്ടർമെലനും ഉണ്ടായിരുന്നു കേട്ടോ. യെല്ലോ കളറായിട്ടുള്ളതായിരുന്നു. അതിന് ഭയങ്കര മധുരമായിട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ വെള്ളം, പിന്നെ കട്ട്ലറ്റും പിന്നെ എഗ് റോളും ചിക്കൻ റോളും പിന്നെന്തോ സാധനം കേട്ടോ. പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, നല്ല ചൂട് പൊറോട്ട ആയിരുന്നു. അപ്പോൾ ഉപ്പ അത് ഇത് വാങ്ങിച്ച പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഉപ്പ ഇവിടെ നിന്ന് എന്താക്കി, അത് നല്ലോണം ഒന്ന് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിക്കൻ കറി, പിന്നെ ജ്യൂസ്, മുന്തിരി ജ്യൂസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ മുന്തിരി ജ്യൂസ് പറഞ്ഞാൽ ഈ പെണ്ണ് അതിൻ്റെ ഇടയ്ക്ക് കയറി കണ്ട് എന്തൊക്കെയോ ചെയ്യണ്ടേ. പിന്നെ നമുക്ക് വെള്ളമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ മുന്തിരി ജ്യൂസിന് നടുക്ക് വെള്ള കളർ പോലെ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഐസ് അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പം ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ നമുക്ക് ഈടായിട്ട് ഈത്തപ്പഴമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന ഈത്തപ്പഴത്തിൽ എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ദിവസം കൊണ്ടുവന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പെട്ടെന്ന് കേട് വരുന്ന അവസ്ഥ അങ്ങനെ ആയിട്ട് ഉപ്പ പറഞ്ഞപ്പോൾ ഈത്തപ്പഴം വാങ്ങിക്കേണ്ടത്. കാരണം ഈത്തപ്പഴം വരെ കേട് വരുന്ന അങ്ങനത്തെ ഒരു രീതിക്കായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വാട്ടർമെലനൊക്കെ തിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഈ ഒരു ബത്തക്ക എനിക്കൊന്ന് റെഡിനേക്കാളും എനിക്ക് ഇടയായിട്ട് ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. പിന്നെ ബത്തക്ക എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിങ് ആൻഡ് ഭയങ്കര സ്വീറ്റ്സാണ് കേട്ടോ ഈ ഒരു യെല്ലോയിഷ് ബത്തക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ അത് തിന്ന് അങ്ങനെ ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എക്സാമിൻ്റെ ടൈം ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്ട്രെസ്സായിട്ട് ഗ്രൂപ്പിലിട്ടത് എന്തോ പോലെ ആയിരുന്നു ഫസ്റ്റ്. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഉച്ചക്കുള്ള എക്സാം രാവിലെ തന്നെയാണോ ഉള്ളത്. കാരണം ഞാൻ രാവിലെ പഠിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടെൻസായിപ്പോയി. ആൻഡ് ഇപ്പോൾ ബത്തക്കൊക്കെ തിന്ന് പിന്നെ ഈ ഒരു ബത്തക്ക ഈടെയായിട്ട് കിട്ടുന്ന ഒരു ബത്തക്കയിൽ ഈ ഒരു കുരുവൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. വല്ലാത്തൊരു ഇടങ്ങാറാണ് ആ ഒരു സംഭവം എന്ന് പറയാൻ. അങ്ങനെ മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് നോമ്പേ ഉള്ളൂ. എത്ര പെട്ടെന്നാല് നോമ്പൊക്കെ കഴിഞ്ഞത്. സാധാരണ ഒരാഴ്ച നോമ്പാവുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഈ ഒരു ഒരു മാസം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നോമ്പ് കഴിഞ്ഞു പോയത് കേട്ടോ. അങ്ങനെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ടൊന്നും തിന്നാനൊന്നും നിന്നിട്ടില്ല. പൊറോട്ട ആയതുകൊണ്ട് എനിക്കെന്തോ സ്നാക്സൊക്കെ തിന്നപ്പോൾ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ക്യാമറ പിടിക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഓള് വെറുതെ എടുത്തതാണെന്ന് തോന്നണേ. നമുക്ക് കൂട്ടാലോ പെണ്ണിനെ അല്ലേ. അങ്ങനെ ഓൾ ഫോൺ വെച്ച രീതി മാത്രം എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. എവിടെ കൊണ്ട് വെച്ചിനി അങ്ങനെ ഓളിവിടെ മുന്തിരി ജ്യൂസും ബത്തക്കയൊക്കെ തിന്നുന്നുണ്ട്. ഞാൻ ഈ ഒരു സമയം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവളങ്ങനെ ഇവക്ക് കൂടുതൽ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിലോ കട്ട്ലറ്റ് ഈടെയായിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. കാരണം ഡെയിലി കട്ട്ലറ്റ് ഇപ്പോൾ കൊണ്ടുവരാറുണ്ട് ഉപ്പാൻ്റെ കടയിൽ നിന്ന്. ബാക്കി സാധനങ്ങൾ ഉമ്മ ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ കട്ട്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് തരുമോ കേട്ടോ. അപ്പോൾ അങ്ങനെ തിന്ന് ശീലമായിട്ട് എനിക്കാണെങ്കിലോ തീരെ അത് പറ്റണമില്ല. പിന്നെ ഈ ഒരു റമദാൻ മാസം ആകുമ്പോൾ തടി കുറക്കാമെന്ന് വിചാരിച്ച് എനിക്കത് അതിലേറെ എട്ടിൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും സാരമില്ല. നമ്മുടെ ആ ഒരു നിയോഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോവാം. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആവാനായി. പക്ഷേ ഞങ്ങൾ ഇതുവരേക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് ലാസ്റ്റ് മൂമെൻറ്റിൽ ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ അധികം. ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും ലാസ്റ്റ് മൂമെൻറ്റിലായിരിക്കും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പഠിക്കാനൊക്കെ ഇരുന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ലേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തിന്നാൻ. അപ്പോൾ അങ്ങനെ ലേസൊക്കെ തിന്ന് പഠിച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.